നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ സംസ്ഥാനം ചികിത്സാ മേഖലയിൽ ഇന്ന് വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി അനുസരിച്ച് പല അസുഖങ്ങൾക്കും, ഗൗരവമേറിയ പല അസുഖങ്ങൾക്കും ഇന്ന് കൃത്യമായ ചികിത്സകളും പരിഹാരങ്ങളും നിലവിലുണ്ട്. എന്നാൽ ചില അസുഖങ്ങൾ ചില സ്റ്റേജുകൾ കഴിഞ്ഞാൽ ചികിത്സ കൃത്യമായി ഫലിക്കാതെ വരുന്ന അവസ്ഥകളുണ്ട്. അതുമാത്രമല്ല, വല്ലാതെ കിടപ്പായി പോകുന്ന ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുണ്ട്. ഇവർക്കെല്ലാം ശ്രദ്ധയോടെയുള്ള പരിചരണവും കരുതലുമൊക്കെയാണ് ആവശ്യം. പലപ്പോഴും വീട്ടുകാർക്ക് ഇതറിയാതെ പോകുന്നു. അതിനുവേണ്ടി പാലിയേറ്റീവ് കെയർ എന്ന വിഭാഗം ഇന്ന് പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചാണ് പാലിയേറ്റീവ് കെയർ എന്നാൽ എന്താണ്, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ പാലിയം ഇന്ത്യയിലെ ഡോക്ടർ ശ്രീദേവി വാര്യർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, പാലിയേറ്റീവ് കെയർ എന്ന് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പല അസുഖങ്ങളുടെയും ഒരു അവസാനമാകുമ്പോഴേക്കും പരിചരണം എങ്ങനെ ചെയ്യണമെന്നറിയാത്തവരുണ്ട്. പിന്നെ രോഗി തന്നെ മാനസികമായി തളർന്നു പോകുന്ന അവസ്ഥയിൽ പാലിയേറ്റീവ് കെയർ ആണ് വേണ്ടത് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് പാലിയേറ്റീവ് കെയർ? പാലിയേറ്റീവ് കെയർ ഒരു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്നേഹശാസ്ത്ര സമന്വയം എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് മറ്റേത് മെഡിക്കൽ സ്പെഷ്യാലിറ്റിയും പോലെ. പക്ഷെ അതിൽ സ്നേഹത്തിൻ്റെ ഒരു കമ്പോണൻറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മൾ ഒരു രോഗത്തിനെ മാത്രമല്ല പാലിയേറ്റീവ് കെയറിൽ കാണുന്നത്, മറിച്ച് രോഗമുള്ള രോഗിയെയും കുടുംബത്തിനെയും കൂടിയാണ്. അതിനാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. പിന്നെ രോഗം ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതല്ല പലപ്പോഴും നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യമാണ്. പക്ഷെ അങ്ങനെ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനെ മാറ്റിക്കൊടുക്കുക, രോഗി സന്തോഷമായിട്ടിരിക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള കെയറും എല്ലാ ആസ്പെക്റ്റിലുള്ള കെയറും കൊടുക്കുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയർ. നമുക്കിപ്പം കാര്യം മുൻകാലങ്ങളിലൊക്കെ ഇതേക്കുറിച്ചൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗമൊന്നും എവിടെയും ലഭ്യമായിരുന്നില്ല. എപ്പോൾ മുതലാണ് ഇത് കേരളത്തിൽ ഇങ്ങനെ പ്രചാരത്തിലായത്? ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ, ജില്ലകളിലൊക്കെ ഇത് ലഭ്യമാണോ എന്നുള്ളതാണ്. പാലിയേറ്റീവ് കെയർ 1993 മുതൽ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യം തന്നെ തുടങ്ങിയത് കേരളത്തിലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോഴിക്കോടാണെന്ന് തുടങ്ങി വെച്ചത്. പിന്നീട് അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു മൂവ്മെൻ്റ് ആവുകയായിരുന്നു. ജനങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു സർക്കാരിൻ്റെ അടുത്ത് നമുക്ക് എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ വേണമെന്ന്. അപ്പോൾ 2008 കേരളം ആദ്യത്തെ സംസ്ഥാനമാണ് ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ പോളിസി ഉള്ളത്. എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും പാലിയേറ്റീവ് കെയർ നിർബന്ധമാണ്. പാലിയേറ്റീവ് കെയർ ആക്ടിവിറ്റി നടത്തിയിരിക്കണം എന്നുള്ളത്, ഒരു ട്രെയിനിങ് കഴിഞ്ഞൊരു നേഴ്സ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ കേരളത്തിൽ അത് വളരെയധികം വേരൂന്നിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. മെഡിക്കൽ സ്പെഷ്യാലിറ്റി ആയിട്ട് വളർന്നിട്ട് ഒരു പക്ഷേ 5-6 കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. അതിൽ സൂപ്പർ സ്പെഷ്യലൈസേഷനൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പം വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ പാലിയേറ്റീവ് കെയറിനെ പറയാം. ഡോക്ടർ, ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇപ്പം ഓരോരുത്തരും ഓരോ MBBS ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പാലിയേറ്റീവ് കെയറിലേക്ക് നമുക്ക് എന്തിനാണ് പ്രത്യേകിച്ച് പരിശീലനങ്ങൾ ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതെന്നൊന്ന് പറയാം. ഇപ്പോൾ MD പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഇന്ത്യയിലെ പല കോളേജുകളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഏത് MD അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി പോലെ തന്നെ പാലിയേറ്റീവ് മെഡിസിനിലും സ്പെഷ്യാലിറ്റി ഉണ്ട്. പക്ഷേ അത് വളരെ ലിമിറ്റഡ് ആണ്. ആ ഒരു 2-3 സീറ്റ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ചെറിയ ചെറിയ കോഴ്സുകൾ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻ, പാലിയം ഇന്ത്യ തന്നെ ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ഒരു ഛായയുമുണ്ട്. പക്ഷെ എന്നാൽ അതിനൊരു കുടുംബം അല്ലെങ്കിൽ സമൂഹം എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു മേഖലയും കൂടിയാണ്. തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സർവീസ് തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ ഇത് പറയുമ്പോൾ കുറേയും കൂടെ ഒരു ചാരിറ്റി എന്നുള്ളൊരു ഇതാണല്ലോ വരുന്നത്. കൂടുതൽ പ്രതിഫലേച്ഛയില്ലാതെ ജോലി ചെയ്യുന്നവരാണോ ഇതിനകത്ത് കൂടുതലുള്ളത് എന്നുള്ളതാണ്. കാരണം ഒരുപാട് ക്ഷമയും സഹനവും സ്നേഹവും കരുതലും ഒക്കെ വേണ്ട ഒരു മേഖലയല്ലേ? തീർച്ചയായിട്ടും. പ്രതിഫലേച്ഛ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോരുത്തരുടെയും ലൈഫിൽ അവരാരോടും പങ്കുവെക്കാത്ത വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മളോട് പറയുകയും അത് നമുക്ക് പരിഹരിച്ച് കൊടുക്കാൻ പറ്റുകയും ചെയ്യാന്നുള്ളത് വലിയൊരു പ്രതിഫലം തന്നെയാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു ശക്തിയാണ് പാലിയേറ്റീവ് കെയറിൽ കൂടെ തരുന്നത്. മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ള സ്പെഷ്യാലിറ്റി പോലെ ആയിരിക്കില്ല. നമ്മളെല്ലാവരും ഈ ഒരു പ്രതിഫലത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും. ഒരുപാട് പേര് ഈ രംഗത്തുണ്ടോ പ്രവർത്തിക്കുന്നവർ? ഒരുപാട് പേരുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചും. ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ
വേണ്ട വേണ്ട പ്രവർത്തനങ്ങളിൽ 0.2% മാത്രമേ പാലിയേറ്റീവ് കെയർ ഇതുവരെ എത്തിപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള ജനങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഇതൊന്നും കിട്ടാതിരിക്കുകയാണ്. കേരളത്തിൽ ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും വളരെ ചെറിയ രീതിയിലെങ്കിലും പാലിയേറ്റീവ് കെയർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നമുക്ക് പാലിയേറ്റീവ് കെയർ വേണ്ട അവസരങ്ങൾ ഏതൊക്കെയാണ് എന്നതിലേക്ക് വരാം. ഏതെല്ലാം അസുഖങ്ങളിലാണ് പലപ്പോഴും നമ്മൾ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ വൃദ്ധന്മാരെയാണ് മുൻകാലങ്ങളിലൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ലല്ലോ. ശരിക്കും ഏതെല്ലാം വിഭാഗങ്ങളിൽ ഇത് വേണ്ടി വരുന്നുണ്ട്? പാലിയേറ്റീവ് കെയർ ജീവിതം പരിമിതപ്പെടുത്തുന്ന എല്ലാ രോഗാവസ്ഥകളിലും, അതൊരു പക്ഷേ ക്യാൻസർ ആയിരിക്കാം. ആൾക്കാർക്ക് ക്യാൻസറുമായിട്ടാണ് പാലിയേറ്റീവ് കെയർ കൂടുതൽ ലിങ്ക്. കാരണം പാലിയേറ്റീവ് കെയർ തുടങ്ങിയപ്പം ക്യാൻസർ രോഗികളായിരുന്നു കൂടുതലും. പിന്നീടാണ് മനസ്സിലായത് ക്യാൻസറിന് മാത്രമല്ല സഫറിങ് ഉള്ളത്. നട്ടല് തകർന്ന് കിടപ്പായിട്ടുള്ള രോഗികൾ, അവർ പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ ശരിക്കും സഫർ ചെയ്യുക. അവരെ നോക്കാനോ അല്ലെങ്കിൽ വേണ്ട വിധം പരിചരിക്കാനോ എങ്ങനെയാണ് എല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഇല്ല. അതിന് പാലിയേറ്റീവ് കെയർ ആവശ്യമാണ്. വൃദ്ധന്മാർക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. മരണാസന്നരായ രോഗികൾക്ക് വളരെയധികം ആവശ്യമാണ്. കുട്ടികൾക്കും. അപ്പോൾ കുട്ടികളിൽ തന്നെ ജന്മനാ ചില കുട്ടികൾ ഇങ്ങനെ ബെഡ് റിഡൻ ആയിട്ടുള്ള കുട്ടികളുണ്ട്. പലപ്പോഴും കണ്ടിട്ടുള്ളത് വളരെ തിരക്കേറിയ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാർ. അതിലൊരാൾ പലപ്പോഴും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ട്. നോക്കാൻ ആളില്ല, അല്ലെങ്കിൽ കരുതൽ ഇത് എങ്ങനെ ചെയ്യണം എന്നറിയാതെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളാണ് നൽകുക എന്നുള്ളത്? പാലിയം ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫാമിലീസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു റീഹാബിലിറ്റേഷനാണ് എപ്പോഴും വേണ്ടത്. വീട്ടിലിരുന്ന് കുട്ടിയെ നോക്കുകയും ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജോലി, അതാണ് അവർക്ക് ആവശ്യം. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലും അങ്ങനെയുള്ള ഫാമിലീസിന്. നമുക്കൊരു ജനറൽ ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ആവശ്യ വ്യത്യാസമാണ്. അപ്പം അതിനനുസരിച്ചാണ് പാലിയേറ്റീവ് കെയറിൻ്റെ ചികിത്സാ രീതികൾ. ഇപ്പം ഞാൻ അർബുദം വന്നു കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളത് ഈ പല സ്റ്റേജസിലാണല്ലോ അർബുദത്തിൻ്റെ ചികിത്സ. ഒരു സർട്ടൺ സ്റ്റേജ് കഴിഞ്ഞാൽ ഡോക്ടർമാർ തന്നെ പറയും, കാരണം ഇതിൻ്റെ മെഡിസിനും ഒക്കെ വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾക്ക് കരുതലും ശ്രദ്ധയോടുകൂടി അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുക. അപ്പോൾ അത്തരം അവസ്ഥയിൽ പാലിയേറ്റീവ് കെയറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവിടെ നമ്മുടെ റോൾ എന്താണെന്നുള്ളത്? അവിടെ പ്രധാനമായിട്ടും രോഗവുമായി എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളത് ഒരു പ്രധാന പ്രവൃത്തിയാണ്. വേദന, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ രോഗി അനുഭവിക്കുന്നുണ്ടാവും. ഇതിലെല്ലാം അപ്പുറം മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ, എനിക്കിത് എന്തുകൊണ്ട് വന്നു എന്നുള്ള ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഞാൻ എല്ലാവർക്കും ഭാരമായി, ഇനി എന്തിനും ജീവിക്കണം, അങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും ഇതിനകത്ത് വല്ലാത്തൊരു റോളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനൊരു ഈ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ സമൂഹത്തിനെ പാലിയേറ്റീവ് കെയർ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. അത് നമ്മുടെ പ്രശ്നമായിട്ട് അവർ ഏറ്റെടുത്തു. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റിയാണ് അയാളെ നോക്കുക എന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ പാലിയേറ്റീവ് കെയർ ഉപകരിക്കും. പിന്നെ പണ്ടത്തെ പോലെ എല്ലാം കഴിഞ്ഞു ഇനി പാലിയേറ്റീവ് കെയർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് പാലിയേറ്റീവ് കെയർ ഒരുപാട് മുന്നോട്ടേക്ക് പോയി. അറ്റ് ദ ടൈം ഓഫ് ഡയഗ്നോസിസ്, എപ്പോൾ രോഗം ചികിത്സിച്ച് എപ്പം ഈ ഒരു മാറാരോഗം വന്നു പെട്ടു എന്ന് അറിയുന്നു, ആ നിമിഷം മുതൽ പാലിയേറ്റീവ് കെയർ എന്നുള്ളതാണ് നമ്മളെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുൻകാലങ്ങളിൽ ഈ ചികിത്സ സാധ്യമല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ പാലിയേറ്റീവ് കെയർ എന്നുള്ളതിൽ നിന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡയഗ്നോസിസ് ചെയ്താൽ മുതൽ ഇവർക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകും. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ? ഇപ്പോൾ വീടുകളിൽ പോയിട്ടാണോ അതോ ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിട്ടാണോ, അതെങ്ങനെയാണെന്നൊന്ന് പറയാം? പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. വീട്ടിൽ പോയിട്ടുള്ള ചികിത്സ എല്ലാ രോഗികൾക്കും ഒരുപക്ഷെ ആവശ്യം ഉണ്ടാവില്ല. കിടപ്പ് രോഗികൾക്കാണ് അത് കൂടുതൽ ആവശ്യം ഉണ്ടാവുക. അപ്പം കുറച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന രോഗികളാണെങ്കിൽ ഔട്ട് പേഷ്യൻറ്റ് രീതിയിലുള്ള ചികിത്സകളുണ്ട്. പല പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും അടുത്തത് എവിടെയാണോ അവിടെ വന്ന് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ മേടിക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് വീട്ടിൽ പോയിട്ടുള്ള ചികിത്സ തന്നെ വേണ്ടി വരും, കിടപ്പ് രോഗികളാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ പോയിട്ടുള്ള ചികിത്സ. തീരെ വയ്യാത്ത രോഗികളുണ്ടാവും, അല്ലെങ്കിൽ മരണാസന്നരായിട്ടുണ്ടാവും, ബുദ്ധിമുട്ടുള്ള വേദനകൾ, വീട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വേദനകൾ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ളവരെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം. ഒരു കോളിലേക്ക് പോകണം. ഹലോ, നമസ്കാരം. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് അലി എന്നാണ് പേര്. എന്റെ ജ്യേഷ്ഠന് നമ്മളെ മെനിഞ്ചൈറ്റിസ് ബാധിച്ചിട്ടുള്ള ഇതിലാണ്. പാലിയേറ്റീവ് കെയർ ശ്രദ്ധ, അതായത് പാരാമെഡിക്കൽ സ്റ്റാഫ് വരുന്നുണ്ട്. കുറഞ്ഞ തോതിൽ ന്യൂറോ ഡോക്ടർ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമല്ല ഈ ഏരിയയിൽ. എന്താ ചെയ്യാ? ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡോക്ടേഴ്സിന് ഒരു പക്ഷേ
വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇതിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ എല്ലായിടത്തും എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഡോക്ടേഴ്സിൻ്റെ കെയർ കിട്ടാത്തത്. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ കെയർ ലഭ്യമല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയല്ല. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനയിലോ ഡോക്ടറുടെ കെയർ ആവശ്യമുണ്ട്, അതിൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. തൊട്ടടുത്ത് CSC ഉണ്ട്, തൊട്ടടുത്ത് തന്നെ. അപ്പൊ അവർക്ക് അങ്ങനെ ഡയറക്ഷൻ ഒന്നും ഇല്ല എന്നാ പറയണത്. വല്ല സ്കോപ്പും ഉണ്ട് അങ്ങനെ അല്ല പറയുന്നത്. നഴ്സുമാരെ മറ്റോ ഒരു ക്വാളിഫൈഡ് ആൾക്കാരും തന്നെ നേഴ്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അവർ ക്ലീനിങ് ഒക്കെ ചെയ്തു പോകും, അത്ര തന്നെ. ഒരു പക്ഷേ ഉണ്ടല്ലോ, എല്ലാ രോഗികൾക്കും ഒരു ഡോക്ടറിന്റെ കെയർ ആവശ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ ചെയ്യണത് നമ്മൾ ആദ്യം ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാർ കണ്ടിട്ട് ഡോക്ടറിന്റെ സേവനം ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പക്ഷെ ഡോക്ടർ പോയി കാണുകയുള്ളൂ. കാരണം ഡോക്ടർ കണ്ടേ മതിയാവും എന്ന ആവശ്യമുള്ള ഒരുപാട് രോഗികളുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ നീഡ് ബേസ്ഡ് ആയിട്ട് ഒരു പക്ഷേ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കാൻ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അല്ലെ ഡോക്ടർ? ഇതുപോലുള്ള സംശയങ്ങൾ ശരിയാണ്, പലർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നഗരങ്ങളിലൊക്കെ ഉള്ളവർക്ക് കൂടുതൽ അറിവുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് എങ്ങനെ ഇത്തരം സേവനങ്ങൾ ലഭ്യമാകും എന്നറിയാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും അവയർനെസ് പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മൾ സ്കൂൾ തലത്തിൽ മുതൽ റെസിഡൻസ് അസോസിയേഷൻ മുഖേന കോളേജുകൾ, കാരണം എല്ലാവരുടെ വീട്ടിലും ഒരു പക്ഷേ ഉണ്ടാവും ആർക്കെങ്കിലും ഒരു പാലിയേറ്റീവ് കെയർ ആവശ്യമുണ്ടാവും. നമ്മൾ എല്ലാ തലത്തിലും അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കേരളത്തിലാണെങ്കിൽ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ഈ ചികിത്സ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോയി സംസാരിക്കുകയാണെങ്കിൽ അതിന് രജിസ്ട്രേഷൻ സൗകര്യങ്ങളുണ്ട്. അതിനുള്ള മാർഗനിർദ്ദേശം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. അത് മാഡം, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ 5 ദിവസം കിടന്നു. അവര് എല്ലാ ഡോക്ടർമാരും ചെക്കപ്പ് ചെയ്തിട്ട് എനിക്ക് ചെസ്റ്റ് പെയിൻ ആയിരുന്നു. അത് ഗ്യാസിന്റെ ആണെന്ന് പറഞ്ഞാൽ അവര് എന്നെ ഡിസ്ചാർജ് ചെയ്തത്. ഇപ്പൊ ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജില് ഒരാഴ്ച കിടന്നു. അപ്പൊ അവര് പറഞ്ഞ് എനിക്ക് ഹാർട്ടിന്റെ കംപ്ലൈന്റ് ആക്കൂല, 2 ബ്ലോക്ക് ഉണ്ട് പോലും. അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യുക? എനിക്ക് തോന്നുന്നു ഇതിന് തീർച്ചയായിട്ടും ഒരു കാർഡിയോളജിസ്റ്റിന്റെ സർവീസ് വളരെ അത്യാവശ്യമായിട്ട് നേടേണ്ടതാണ്. നിങ്ങൾ ഏറ്റവും അടുത്ത് എവിടെയാണ്, തിരുവനന്തപുരത്താണെങ്കിലോ വണ്ടാനത്താണെങ്കിലോ ഒരു സ്പെഷ്യലിസ്റ്റ് സർവീസ് ആണ് ഇതിന് കൂടുതൽ ആവശ്യമുള്ളത്. അത് ഉടനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഇനി ആൻജിയോഗ്രാം ചെയ്തിട്ടാണെങ്കിൽ അടുത്ത പടിയിലേക്ക് കടക്കണം. അല്ലേ ഡോക്ടർ? ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ റൂറൽ ഏരിയയിലൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രായമായവർക്ക് അസുഖങ്ങൾ വന്നിട്ട് ഇങ്ങനെയുള്ള ഹെൽപ്പ് വേണം എന്നുള്ളപ്പോൾ ചിലപ്പോൾ അവരുടെ ഏരിയയിൽ ഇത്തരം സേവനങ്ങളില്ല എങ്കിൽ അവരിപ്പോൾ പ്രൈമറി ഹെൽത്ത് സെന്ററിനെ സമീപിക്കണമെന്നാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞത്. അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെന്ററിന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടോ? അതാണ് 2008 കേരള പോളിസിയിൽ പറയുന്നത്. എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും പാലിയേറ്റീവ് കെയർ നിർബന്ധമാണ്. എല്ലാ വർഷവും ഒരു നേഴ്സെങ്കിലും അവിടെ എന്തായാലും ഉണ്ടാവും. നല്ലത് ഒരു നേഴ്സും ഡോക്ടറും അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറും അടങ്ങുന്ന ടീം തന്നെയാണ്. പക്ഷെ പലപ്പോഴും അത് സാധിക്കണം എന്നില്ല. കാരണം ഒരു ഡോക്ടറായിരിക്കും ആ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുഴുവൻ റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ വീട്ടിൽ പോയി ചികിത്സിക്കുക എന്നുള്ളത് നടന്നോളണമെന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു നേഴ്സെങ്കിലും എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലും കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ട്. പിന്നെ ഒത്തിരി ഒരുപാട് സന്നദ്ധ സംഘടനകൾ വർക്ക് ചെയ്യുന്നുണ്ട് പാലിയേറ്റീവ് കെയറിൽ. എന്നിട്ട് തന്നെ കിട്ടാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ സന്നദ്ധ സംഘടനകളെ കുറിച്ച് പറയുകയാണെങ്കിലും പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തനങ്ങളിൽ എനിക്കും കൂടെ സർവീസ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആരെ സമീപിക്കണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് സഹായങ്ങളാണ് ചെയ്യുന്നത്? അവരെന്താണ് ചെയ്യേണ്ടത്? അവർ ഇപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാലിയം ഇന്ത്യ എന്നുള്ള സെൻറ്ററിൽ സന്നദ്ധ പ്രവർത്തകർക്ക് 2 ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 2 ദിവസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്ങും 2 ദിവസത്തെ ഹോം വിസിറ്റ് ട്രെയിനിങ്ങും. അപ്പോൾ അത് കഴിയുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും ഇതിലെന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അത് ട്രെയിൻ ചെയ്ത് കഴിയുമ്പം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഏതാണ്, ഏത് മേഖലയിലാണ് സഹായിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. പക്ഷെ ട്രെയിനിങ് കഴിയാതെ നമ്മൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അതിലൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് ശരിക്കും അറിയുന്നില്ല. ഇതുപോലെ എറണാകുളത്തും കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയണ
I am an MSW, retired MSW. പറയൂ. I was working in a hospital setting, and I would like to know what is the content of this. പാലിയേറ്റീവ് കെയർ എന്നുള്ള ഹോൾ കൺസെപ്റ്റിന്റെ കണ്ടന്റ് ആണോ ഉദ്ദേശിക്കുന്നത്? അതെ. ഓക്കെ. പാലിയേറ്റീവ് കെയർ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി തന്നെയാണ്. പക്ഷേ അതൊരു ഡോക്ടർ ലെഡ് മെഡിക്കൽ സ്പെഷ്യാലിറ്റി ആണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതിൽ രോഗിയും രോഗിയുടെ ഫാമിലിയും കമ്മ്യൂണിറ്റിയും അങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് പാലിയേറ്റീവ് കെയറിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. കൺസെപ്റ്റ് രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ജീവിതം ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏത് രോഗാവസ്ഥയിലും ആ രോഗലക്ഷണങ്ങളെ മാറ്റിക്കൊടുത്ത് ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് അതിൻ്റെ കോർ കൺസെപ്റ്റ്. ഇതുപോലുള്ള സംശയങ്ങൾ പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് ഇതുപോലൊരു അവസ്ഥ വരുന്നു, വീട്ടിൽ തന്നെ ഒരു അംഗത്തിന് പലപ്പോഴും എന്തെങ്കിലും ചെയ്യണം, ഞാൻ ഇതിന് പാലിയേറ്റീവ് കെയർ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചേക്കാം, പക്ഷെ പലപ്പോഴും അറിയില്ല, പേടിയാണ്, എന്ത് ചെയ്യണം, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ? അപ്പം അവർക്ക് ഇതുപോലുള്ള പരിശീലനം നമ്മൾ കൊടുക്കും? തീർച്ചയായിട്ടും. ഇതിൽ നമ്മൾ ഹോം ബേസ്ഡ് കെയർ എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരു ദിവസം പോയി, നേരത്തെ ആദ്യത്തെ കോളിൽ പറഞ്ഞ പോലെ നഴ്സിംഗ് കെയർ ഒരു ദിവസം ചെയ്തതുകൊണ്ട് ഇതൊന്നും ആവില്ല. ബാക്കിയുള്ള 29 ദിവസവും ഈ രോഗിയെ പരിചരിക്കേണ്ടത് വീട്ടുകാരാണ്. നമുക്ക് എല്ലാ ദിവസവും പോകാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് വീട്ടുകാരെ ട്രെയിൻ ചെയ്യിക്കും. രോഗിയെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വ്രണം വരാതെ എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ വൃത്തിയായി വെക്കണം, മലമൂത്ര വിസർജനങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു തവണ കൊണ്ടല്ല പല തവണ കൊണ്ട് നമ്മൾ വീട്ടുകാരെ ട്രെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെയുള്ള പോക്കുകളിൽ നമ്മൾ ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യാണ്. ശരി, നിങ്ങൾ ഇത് ചെയ്തത് ശരിയായിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വ്രണം വരാതെ സൂക്ഷിക്കാം, വന്നാൽ എന്ത് ചെയ്യാം. അപ്പം എല്ലാം നമ്മൾ ഫാമിലിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് പാലിയേറ്റീവ് കെയറിൽ ചെയ്യുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. പറയൂ. ആ കോള് കട്ടായെന്ന് തോന്നുന്നു ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാം, ഇത് പരിശീലനം സിദ്ധിച്ചവർ പലപ്പോഴും ഒരു രോഗിയെ എടുത്തു പോക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ പരിശീലനം ഇല്ലാത്തവർ ചെയ്യുമ്പോൾ 2 പേര് 3 പേര് പിടിച്ചാലും പറ്റാത്തൊരവസ്ഥയുണ്ട്, ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ അതിന് ഏത് രീതിയിൽ വേണമെന്നൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഡോക്ടറാണോ കൊടുക്കുന്നത് അതോ അതിന് വേണ്ടിയിട്ട് വേറെ ആളുകളുണ്ട്? ഇതിൽ വർക്ക് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടുതലും കൊടുക്കാൻ അതിൽ നഴ്സുമാർക്കാണ് കൂടുതൽ റോള് വരുന്നത്. അപ്പോൾ അവർ ഒരു പക്ഷേ വീട്ടുകാർക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോഴാണ് നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ലൊക്കാലിറ്റിയിൽ അതിനോട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടാകും, സഹായിക്കാൻ മനസ്സുള്ള. അപ്പോൾ അവരും കൂടി ഇൻവോൾവ് ചെയ്ത് ആദ്യം ഇതൊന്ന് ഹെൽപ്പ് ചെയ്തതിന് ശേഷം ഒരു കോൺഫിഡൻസ് വരും, എനിക്കിതിനി ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് വരുന്ന സമയത്ത് അത് വീട്ടുകാർക്ക് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ കരുതൽ ശുശ്രൂഷകളൊക്കെ ഇവർക്ക് ചെയ്യാൻ കഴിയും, മരുന്ന് എന്നുള്ളൊരു വിഭാഗത്തിലേക്ക് ഒരിക്കലും ഇവർക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ അതിന് ഡോക്ടർ കൃത്യമായ വിസിറ്റ്സ് ഉണ്ടാവുമോ, റെഗുലർ വിസിറ്റ്സും അങ്ങനെയാണോ മെഡിസിനൊക്കെ? അതെ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡോക്ടർ കാണണം എന്ന് ഉറപ്പുള്ള കുറേ രോഗികളുണ്ട്. ഡോക്ടർ കണ്ടാൽ മാത്രമേ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ എത്താൻ പറ്റൂ എന്നുള്ളത്. തീർച്ചയായിട്ടും മരുന്നുകളെല്ലാം ഡോക്ടർമാർ തന്നെയാണ് പാലിയേറ്റീവ് കെയറിൽ നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ അർബുദം വന്നിട്ട് അങ്ങനെ കുറേ പേരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ അപ്പോൾ ആ ഡോക്ടറുമായി ചേർന്നിട്ടാണോ നമ്മുടെ വർക്ക് പോവുക? അതെ. ഇപ്പം നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ക്യാൻസർ രോഗികളാണെങ്കിൽ അവരവരുടെ കീമോതെറാപ്പി റേഡിയോതെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പാലിയേറ്റീവ് കെയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ അതൊന്നും സ്റ്റോപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇപ്പം ചികിത്സകൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, കീമോ ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ ചികിത്സിച്ച് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്താ, കൂടുതലായിട്ടും അവർക്ക് ആ രോഗനിവാരണ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു അവസരം കൂടിയാണ് അത് കൊണ്ടുപോകുന്നത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം, സംസാരിച്ചോളൂ. എനിക്ക് നേരത്തെ ഒരു സന്നദ്ധ സംഘടനയിലെ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞിരുന്നു, അത് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോ അതിന്റെ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? അത് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാനാണ്. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്താണ്. പാലിയം ഇന്ത്യ ഒരു ട്രെയിനിങ് സെന്റർ ആണ്. അരുമന ഹോസ്പിറ്റൽ, ഈഞ്ചക്കൽ റോഡിലുള്ള അരുമന ഹോസ്പിറ്റലിലാണ് പാലിയം ഇന്ത്യയുടെ ട്രെയിനിങ് സെന്റർ പ്രവർത്തിക്കുന്നത്. അതിന് നമുക്ക് സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ള സന്നദ്ധതയാണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പാലിയം ഇന്ത്യയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അടുത്ത ട്രെയിനിങ് പ്രോഗ്രാമിൽ തന്നെ നമ്മുടെ കൂടെ കൂടാം. ഈ നമ്പർ വിളിച്ചാൽ മതി, ഇതിൽ വിളിച്ചാൽ മതി, നമ്മൾ ഡയറക്റ്റ് ചെയ്തോളാം.
ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ സേവനം കൊടുക്കുന്നതിന് വളരെയധികം സന്തോഷം തന്നെയുള്ളൂ. കാരണം വളരെ എന്താ പറയുക, പ്രശംസനീയമായ ഒരു സേവനം തന്നെയാണ് അല്ലേ ഇത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഇത്തരം സംശയങ്ങൾ വരുന്നത് എലിജിബിലിറ്റി ഒരു ക്രൈറ്റീരിയ ആണല്ലോ പല കാര്യങ്ങളിലും. കാരണം നേഴ്സെങ്കിലും ആവണ്ടേ എന്നുള്ളൊരു സംശയമാണ് വരുന്നത്. പക്ഷേ ഇത്തരം ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് മേഖലയിലുള്ളവരായിരുന്നാലും ഇത്തരം ട്രെയിനിങ് കൊടുക്കും, അത് ഓക്കെ ആവും അല്ലേ? 2-3 ദിവസം കൊണ്ട് കൊടുക്കാം. കാരണം സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവർക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ ട്രെയിനിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. ട്രെയിനിങ്ങിൻ്റെ ഒരു പോരായ്മ കൊണ്ട് ചെയ്യാതിരിക്കുന്നതാവാം. അപ്പോൾ അതിന് സന്നദ്ധത തന്നെയാണ് ഏറ്റവും വലിയ എലിജിബിലിറ്റി. നമ്മൾ 10th സ്റ്റാൻഡേർഡിനൊക്കെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോഴും പറയുന്ന ലാംഗ്വേജിന് എന്തെങ്കിലും മനസ്സിലാവാതിരിക്കേണ്ട എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു മനസ്സ് തന്നെയാണ് അതിലേറ്റവും പ്രധാനം. സമയം ഒരു പ്രധാന ഘടകമാണല്ലോ. ഇപ്പോൾ ചില വീട്ടമ്മമാരുണ്ട്, അവർക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടാവും, പക്ഷെ കുറച്ച് സമയം പോയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം. രാവിലെ മുതൽ വൈകിട്ട് വരെ പോകേണ്ടി വന്ന ഒരു വീട്ടിലെ കാര്യങ്ങൾ അവതാളത്തിലാവും. അപ്പോൾ എങ്ങനെയാണ് പാർട്ട് ടൈം ആയിട്ടൊക്കെ നമുക്ക് ഇതിൽ പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം. ചിലർ നമുക്ക് ദൂരെ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യത്തിരുന്ന് നമ്മളെ സഹായിക്കുന്ന വോളണ്ടിയേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട്, ഇപ്പം വെബ്സൈറ്റിൻ്റെ വർക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് വർക്ക്, അഡ്വക്കസി, അങ്ങനെ ഒരുപാട് ഫീൽഡുണ്ട്. അതുപോരാതെ ഇപ്പം സാധാരണ ഒരു വീട്ടമ്മ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം പാലിയേറ്റീവ് കെയറിന് വേണ്ടി കൊടുക്കുക. അത് നേരത്തെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന ദിവസം ഈ ആൾ അവൈലബിൾ ആയിരിക്കും നമ്മുടെ കൂടെ വരാനായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ഒരു വിവരം അറിയാൻ വേണ്ടിയിട്ടാണ്. ചോദിച്ചോളൂ. പ്രായമായ രോഗികളാണ്, ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ വീട്ടിൽ വന്ന് പരിശോധിച്ച് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമെന്ന് അറിയാനാ. അത് രോഗാവസ്ഥ എന്താണെന്നും കൂടി അറിഞ്ഞാലേ എനിക്കതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ആശുപത്രി പോകാൻ പറ്റാതെ, ചികിത്സ എടുക്കാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നവർക്ക് പാലിയേറ്റീവ് കെയർ സഹായങ്ങൾ ചെയ്യും. പക്ഷെ രോഗാവസ്ഥ എന്താണ് എന്ന് കറക്റ്റായിട്ട് അറിയാതെ എനിക്കതിനൊരു മറുപടി വ്യക്തമായി പറയാൻ പറ്റുന്നില്ല. ഡോക്ടർ, പലപ്പോഴും ഇത്തരം സേവനങ്ങൾ, പുതിയ സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും വരുന്നത് ഇതിനൊരു ഫീസ് കൊടുക്കേണ്ടി വരുമല്ലേ? പാലിയേറ്റീവ് കെയറിന് ഡോക്ടർ വരുമായിരിക്കും ഒക്കെയാണ്, പക്ഷേ പൈസ ഇല്ലാത്തവരാണ് എപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊന്നും മടിക്കുന്നത്. കാരണം ഒരുപാട് പൈസ കൊടുക്കേണ്ടി വന്നാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? പാലിയം ഇന്ത്യ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആണെങ്കിൽ പാലിയേറ്റീവ് കെയർ ചികിത്സകളെല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം പൈസ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഒരാൾ വേദനയിൽ പെടയരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ സന്നദ്ധമായ നല്ല മനസ്സുള്ള ആൾക്കാർ, ചിലപ്പം നമ്മൾ ചോദിക്കാതെ തന്നെ ഡൊണേഷൻ തരുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്നാണ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യണത്. പൈസ കൊടുത്ത് കിട്ടുന്ന സർവീസുകളും പല ഹോസ്പിറ്റലുകളിലും ലഭ്യമാണ്. ഈ ഒരു ഓർഗനൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. പറയൂ. എന്റെ പേര് അവർണ. ഞാൻ ഇവിടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ ANM കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, എനിക്ക് പാലിയേറ്റീവ് കെയർ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇവിടെ അടുത്തൊരു PHSൽ ഞാൻ ചോദിച്ചപ്പോ അവിടെ വേക്കൻസി ഒന്നും ഇല്ലെന്നാ പറഞ്ഞത്. അപ്പോ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ ഇനി വേക്കൻസി എവിടെ ഉണ്ടെന്ന് ഞാൻ എവിടെ അന്വേഷിക്കേണ്ടത്? വേക്കൻസി ഒരു ജോലി എന്നുള്ള രീതിയിലാണോ ഉദ്ദേശിച്ചത് അപർണ ചോദിച്ചത്? വേക്കൻസി എന്ന് ഉദ്ദേശിച്ചത് അതോ സന്നദ്ധ പ്രവർത്തനം എന്നുള്ള രീതിയിലാണോ? രണ്ടുമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. രണ്ടുമാണെങ്കിലും കുഴപ്പമില്ല. ആലപ്പുഴയിലാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ളതാണ്. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് തന്നെ നടത്തുന്ന വളരെ ആക്റ്റീവ് പാലിയേറ്റീവ് കെയറുകളുണ്ട്. അവിടെ അന്വേഷിച്ചാൽ കുറച്ച് ഹെൽപ്പ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, ഈ അസുഖം വരുമ്പോൾ ശരീരത്തിനാണ് അസുഖമെങ്കിലും പലപ്പോഴും തളർന്നു പോകുന്നത് മനസ്സാണ്. അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് എപ്പോഴും അത്യാവശ്യമാണല്ലോ. പാലിയേറ്റീവ് കെയർ അത്തരത്തിലുള്ള ഏത് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രോഗിയെ കാണുമ്പോൾ ആ രോഗത്തിന് മാത്രമല്ല, ഈ രോഗം വന്നു പോയതുകൊണ്ട് എനിക്കാണെങ്കിൽ എനിക്ക് നാളെ ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു തകർച്ചയായിരിക്കും. എനിക്ക് എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല. അത് എന്നെ വേദനയോ മറ്റെന്ത് ലക്ഷണങ്ങളെക്കാൾ കൂടുതൽ എന്നെ ബാധിക്കുന്നത് അതായിരിക്കും. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ജീവിതം. അങ്ങനെയുള്ള രോഗികൾക്കുള്ള കൗൺസിലിംഗ് സർവീസസ് ഉണ്ട്. നമ്മൾ ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമല്ല പ്രോബ്ലമായിട്ട് കണക്കാക്കുന്നത്. ഒരു വേദന നമ്മൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരിക്കുമ്പോൾ ഒരു തലവേദന വരുന്നതും നമ്മൾ ഒരുപാട് ദൂരെ അറിയാത്തൊരു സ്ഥലത്ത് തലവേദന വരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം ഫെമിലിയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, മേക്കിംഗ് ദം കംഫർട്ടബിൾ, ഏറ്റവും കംഫർട്ട് സോണിൽ പേഷ്യൻറ്റിനെ വയ്ക്കുക. നമ്മൾ ആ നിലയിലാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
എനിക്ക് എന്തെല്ലാം വേണം അത് നമ്മൾ രോഗിക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന ആത്മീയമായിട്ടുള്ളൊരു തലമുണ്ട്. ദൈവം എന്നെ ശിക്ഷിച്ചതാണോ ഈ രോഗം തന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപമാണോ, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും പലതരത്തിലുള്ള കൗൺസിലിങ്, ടീം വർക്ക്, എല്ലാവരുടെയും കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നിവാരണം ചെയ്യുന്നത്. അതിന് വീട്ടുകാരെയും കൂടെ ഒന്ന് സന്നദ്ധമാക്കും. അതെ, കാരണം ഇതേ ഇമോഷൻസ് വീട്ടുകാർക്കും ഉണ്ട്. ഇതെന്തുകൊണ്ട് എൻ്റെ ഫാമിലിയിൽ വന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ നോക്കി വീട്ടിലിരിക്കുകയാണ്, അങ്ങനെയുള്ള ഇതേ ഇമോഷൻസ് വീട്ടുകാർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ എല്ലാ കെയർ പ്ലാനും മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.